ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു നിഞ്ച ബ്ലേഡ് ഉണ്ടാക്കാൻ പോവാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ യൂട്യൂബിൽ നോക്കി ആദ്യം കുറേ പഠിച്ചു. ഞാൻ 2-3 ഉണ്ടാക്കിയിരുന്നു. അതിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് എല്ലാം എൻ്റെ പേര് എഴുതി. ഞാനിപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ വേണ്ട. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മളൊരു 2 കളർ പേപ്പേഴ്സിനെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈ 2 കളർ പേപ്പേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ ആദ്യം വെക്കണം. ഇതുപോലെ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ഞാൻ ഈ കളർ എടുത്തു. നമുക്ക് ഇനിയിപ്പോൾ ഇത് നമുക്ക് സൈഡിലേക്ക് മാറ്റിയേക്കാതെ. അതായത് നമുക്ക് ഇതൊന്ന് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഹാർഡ് പേപ്പർ. ഓക്കെ, നമ്മളപ്പോൾ ഈ പേപ്പർ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനായിട്ട് നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് ഇങ്ങോട്ട് വേണം. ഈ ഫോൾഡ് ചെയ്ത പേപ്പർ നമുക്കത് സൈഡിലേക്ക് മാറ്റിയിട്ട് ഞാൻ ആദ്യം എടുത്ത് ഇനിയിപ്പോൾ നമുക്ക് റെഡ് കളറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ A4 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് ഞാൻ ഫോൾഡ് ചെയ്തേ. ഇനിയിപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്യേണ്ടത്, നമ്മളൊരെണ്ണം ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് ഒന്നുകൂടെ ഇതുപോലത്തെ ഫോൾഡ് ചെയ്യണം. ഇവിടെ കാണുന്നുണ്ടല്ലോ, ഓക്കെ. ഇതുപോലെ ഇതിങ്ങനെ ഇവിടെ ഒരു ലൈനില്ലേ, ഈ ലൈനിലേക്ക് ഇത് ഇങ്ങനെ എടുത്തിട്ട് ഫോൾഡ് ചെയ്യണേ. അപ്പോൾ ഇതും നമ്മൾ അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇതുപോലത്തെ നമ്മളൊരു ഫോൾഡ് ചെയ്ത് പേപ്പർ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഇതങ്ങ് സൈഡിലേക്ക് മാറ്റാവേ. അതുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യാത്ത പേപ്പർ എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്ത മാതിരി തന്നെ നിങ്ങൾ ഇവിടെയും ചെയ്യണേ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ A4 ആയാലും എടുക്കാം. നമുക്ക് നല്ല ഇതിൽ വേണമെങ്കിൽ കളർ പേപ്പറും എടുക്കാം. ഇപ്പം നമ്മൾ സ്ക്വയർ ഷേപ്പിലായിരിക്കണം കേട്ടോ. A4 ആയിട്ട് എടുക്കരുത്. A4 ആക്കിയിട്ട് തന്നെ ഇങ്ങനെ ചെയ്താൽ തെറ്റിപ്പോവും. നമ്മൾ ഇതുപോലത്തെ സ്ക്വയർ പേപ്പർ ആയിരിക്കണേ. സ്ക്വയർ പേപ്പർ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഗൈസ് ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഇത് നമ്മൾ ഇതുപോലത്തെ ഫോൾഡ് ചെയ്യണം. ഇതുപോലെ നമ്മൾ 2 കളർ പേപ്പറും നമ്മൾ അതുപോലെ തന്നെ ഇവിടെ 2 ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്രീൻ കളർ പേപ്പർ എടുത്തു. അതുകൊണ്ട് നമ്മളത് ഇതുപോലെ ഫോൾഡ് ചെയ്യണേ. ഇതുപോലത്തെ ഫോൾഡിങ് ചെയ്യണേ. ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഗ്രീൻ പേപ്പർ അങ്ങോട്ട് മാറ്റിയേക്കാം. ഇതും അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിക്കോ. കാണുന്നില്ലടാ, ക്ലിയറല്ലേ? ക്ലിയറൊന്നും ആയില്ലല്ലോ. അപ്പം ഇത്രയും ചെയ്തേ. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഇവിടെ നിങ്ങളൊരു ലൈൻ കണ്ടില്ലേ, ഈ ലൈൻ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഈ കളർ പേപ്പർ നമ്മളിത് ഇങ്ങനെ മടക്കണം. ഈ കളർ പേപ്പർ ഇപ്പം ഇങ്ങനെ ഇരിക്കുമെന്ന് വിചാരിച്ചാൽ ഈ ലൈനിലേക്ക് ഇങ്ങനെ ചെയ്യണം. ഇതുപോലെ
ഫസ്റ്റിൽ ചെയ്യണം. പിന്നെ ഇവിടെ ലൈനൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇത് ഇങ്ങോട്ടും ഇത് ജസ്റ്റ് ഫ്രണ്ടിലേക്ക്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റേ കളർ പേപ്പറും അതുപോലെ തന്നെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഫസ്റ്റിലത്തെ ഇതുപോലെ ആക്കി. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് സൈഡിലേക്കൊന്ന് മാറ്റിയേക്കാവേ. സൈഡിലേക്ക് മാറ്റിയേക്കാം, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഇതെടുത്തിട്ട് ആ സെയിം തന്നെ ഇവിടെ നിങ്ങൾ അടുത്തോട്ട് ഈ ലൈൻ കാണിക്കുന്നു. ഈ ലൈൻ കാണിക്കേ, ഈ ലൈൻ കണ്ടോ ഗൈസ്? ഈ ലൈനിൽ നമ്മൾ ആദ്യം ചെയ്ത മാതിരി തന്നെ അതുപോലെ നമ്മൾ ഇത് തിരിച്ച് അത് അങ്ങോട്ടും ഇത് ഇങ്ങോട്ടും. അപ്പോൾ രണ്ടെണ്ണം 2 കളർ പേപ്പറും നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെയായി. ഇനിയിപ്പോൾ നമുക്കുള്ളത് അടുത്തോട്ടുള്ള നമ്മളിത് ഇപ്പം ഇതുപോലെയല്ലേ, നമുക്ക് ഇത് ടേൺ ചെയ്തിട്ട് ഇവിടെ ഇതുപോലത്തെ സ്ഥലമില്ലേ, ഈ സ്ഥലത്ത് നമ്മൾ ഈ A4 പേപ്പർ ഈ കളർ പേപ്പർ നമ്മൾ എന്താ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഇത് നമ്മൾ ഇതുപോലെ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഓക്കെ നമ്മൾ ഇതുപോലെ ഇങ്ങനെയാവുമേ. അതുപോലെ തന്നെ നമ്മൾ ഇവിടെയും ഇങ്ങോട്ട് നല്ല ഹാർഡ് പേപ്പർ കേസത് ഇങ്ങനെ നമ്മൾ ചെയ്തതാണ്. കാണുന്നില്ലടാ? ഇതുപോലെ ആക്കിയെടുക്കണം നമ്മൾ. ഈ ഇവിടുത്തെ ഇത് നമ്മൾ ഇങ്ങോട്ടാക്കണം, ഇവിടുത്തെ ഇത് എടുത്തിട്ട് ഇങ്ങോട്ടാക്കണം. അതിൻ്റെ 2 സൈഡും നമ്മൾ അതുപോലെ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഈ റെഡ് കളർ സൈഡിൽ ഞാൻ അവിടെ വെച്ചു. അതുകൊണ്ട് നമുക്ക് ഈ ഗ്രീൻ കളർ ആ സെയിം ഇതിൽ പ്രോസസ്സ് തന്നെയാണ് ഈ ഗ്രീനിൽ വരുന്നത്. ഈ ഗ്രീനിൽ ഇത് ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യണം. അതെ, എനിക്കും ചില സമയത്ത് മിസ്റ്റേക്ക് വരും ഗൈസ്. ഓക്കെ, ഇത് നമ്മൾ ഇങ്ങോട്ട് അല്ലേ സോറി, ഇത് ഗൈസ് ഇത് ഇങ്ങോട്ട്. മറ്റേ ഇതിനെന്താ പറയണത് ഗൈസ്? ഇതുപോലെ ഇരിക്കണം, ഇതുപോലെ ആവരുത്, ഇതുപോലെ ആക്കരുത്, ഇതുപോലെ ആക്കരുത്. ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ തെറ്റിപ്പോകും. ഇതുപോലെ ആക്കണം, ഇതുപോലെ. കാണുന്നില്ലടാ? ഇതുപോലെ ആക്കണം ഗൈസ്, എന്നാലാണ് ശരിയാവത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റ് പ്രോസസ്സിലേക്ക് നമുക്ക് കിടക്കാം. നമ്മളത് ഇതില്ലേ നമ്മൾ രണ്ടിൻ്റെയും ഈ സ്ഥലം നമ്മളിങ്ങനെ ചെയ്ത് വെക്കണം. അതുകൊണ്ട് നമ്മൾ ഈ ഗ്രീനിൽ കാണുന്നില്ലേ? കുറച്ചും കൂടി പൊക്കി പിടിക്കടാ. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ വെക്കണം. ഇത് കണ്ട് ഇതുപോലെ വെക്കണം. അതുകൊണ്ട് ഞാൻ ടേൺ ചെയ്തിട്ട് ഇതുണ്ടോ, നമ്മൾ ഈ സ്ഥലം നമ്മൾ ഇതിൻ്റെ അകത്ത് സോറി ഇത് നല്ല ഹാർഡ് പേപ്പറാണല്ലേ ഇത് ചെയ്താൽ. ഇത് ആദ്യം നമുക്ക് ഈ സ്ഥലമില്ലേ ഈ സ്ഥലം ഇത് നമ്മൾ ഇതിൻ്റെ ഇതെനിക്ക് ഭയങ്കര ഹാർഡ് പേപ്പർ വെച്ചിട്ട് ഓക്കെ ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഞാനിവിടെ വെച്ചു. സാധനം നമ്മൾ ഇതിനകത്ത് കയറ്റി ലോക്ക് ചെയ്തു. ഓക്കെ, ഇതുപോലെ വേണ്ടത് നമ്മൾ ഇത് എവിടെയായിട്ടാണ് തോന്നുന്നു. അയ്യോ, ഓക്കെ ഗൈസ്, ഇത്
സെറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളിത് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് ബാക്കി ഇവിടെ നിന്നുള്ള പ്രോസസ്സ് ഇതുപോലെ ഇതുണ്ട്. ഇതിൻ്റെ ഇൻസൈഡ് അകത്തോട്ട് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യണം. ഇതോ ഓക്കെ. അപ്പോൾ ഗൈസ് ഇത് ഇനിയിപ്പോൾ നമ്മളിത് ഇവിടെ ഇരിക്കുവാണ്. നമുക്കിതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ അകത്തോട്ട് നമ്മളിത് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ അതെ നിഞ്ച സ്റ്റാറായി ഉണ്ടോ. അതിൻ്റെ ലാസ്റ്റ് നമുക്ക് കുറച്ച് പ്രസ് ചെയ്ത് എല്ലാം എൻ്റെ ഇതിൽ കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇതായിട്ടോ. അപ്പോൾ നമുക്ക് ഓക്കെ, നിങ്ങൾ പറ ഇതിൻ്റെ അകത്ത് ആരുടെയെങ്കിലും നിങ്ങൾ കാണുന്നവർ നിങ്ങളുടെ നെയിം കമൻറ്റ് ചെയ്യേ. ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ നെയിം എഴുതി വയ്ക്കും. നെയിം ഓക്കെ, ഇവിടെയായിട്ട് ഞാൻ നിങ്ങളുടെ നെയിം എഴുതിയിട്ട് ഓക്കെ, ഞാൻ നെയിം എഴുതാം. അത് മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഏതാ ഇഷ്ടപ്പെട്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യണം. ഓക്കെ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ഡ്രാഗൺ നെയിൽ ഉണ്ടാക്കാൻ പോവാണ്. ഡ്രാഗൺ നെയിൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ ഇത് നിഞ്ചയുടെ പ്രൊഡക്ട്സിൻ്റെ വീഡിയോസ് ആട്ടോ. ഇനി ഞാൻ കുറേ നിഞ്ച ഐറ്റംസ് പഠിക്കും, അതുകൊണ്ട് ഞാൻ കുറേ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോൾ അത് നിഞ്ചയുടെ ഐറ്റംസ് നമുക്കൊരു 5-6 എണ്ണം ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. വരുമായിരിക്കും, അതിൻ്റെ പാട്ട് വരുമായിരിക്കും. ഞാൻ വീഡിയോ ഇടാൻ പറ്റുവാണെങ്കിൽ ഇടാം. അപ്പോൾ നമുക്ക് എന്തായാലും നിഞ്ചയുടെ ഡ്രാഗൺ നെയിൽ ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ A4 എടുത്തിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ ഇത് A4 വെച്ചിട്ടും ചെയ്യാതെ. ഞാൻ ഇതുപോലത്തെ ഒരു പേപ്പറാണ്, ഞാൻ A4 ഹാഫ് ആക്കിയതാണ്. വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം. നമുക്ക് ഇതുപോലത്തെ ഉള്ള കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇത് നമ്മുടെ എയറോപ്ലെയിൻ ഉണ്ടാക്കില്ലേ, അത് മാതിരി തന്നെ നമ്മൾ ആദ്യം ഇതുപോലെ ചെയ്യണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പാണത്. ഇവിടെ എന്തോ വരണം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ തുറന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു ഫോൾഡ്, നമ്മുടെ എയറോപ്ലെയിൻ ഉണ്ടാക്കൂലേ അതുപോലത്തെ ഒരു ഫോൾഡ് ചെയ്യുക. അതുകൊണ്ട് ഒന്നുകൂടെ നമ്മുടെ ബാക്ക് ഭാഗം അങ്ങനെയല്ലേ, അതെ. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇന്നലെ അല്ല കേട്ടോ, ഇവിടെ അതല്ല കേട്ടോ. നമുക്ക് എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന മാതിരി തന്നെ ഇതുപോലെയായിരുന്നു. ഞാനിത് മനസ്സിലാക്കി വരുന്നുണ്ട് ഗൈസ്, ഭയങ്കര പാടാണ് ഇതുണ്ടാക്കാൻ. അറിയാവുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ആരും കമൻറ്റ് ചെയ്തൊന്നുമില്ല, അത് എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞായിരുന്നല്ലോ, നിഞ്ച ബ്ലേഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് ആരെങ്കിലും കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ പേര് ഇതിൻ്റെ അകത്ത് എഴുതാമെന്ന്. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തില്ല, അതാണ് ഞാൻ പിന്നെ ഇട്ടു. ചെയ്യട്ടേന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിലെന്തെങ്കിലും ആരെങ്കിലും കമൻറ്റ് ചെയ്യണം പ്ലീസ്. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബാക്കി സ്റ്റെപ്പ് ഇതുണ്ട്. കറക്റ്റായിട്ട് നമ്മൾ
ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഫോൾഡ് ചെയ്യണം. ഇതുപോലെ അതുകൊണ്ട് ഇതുപോലെ പിടിച്ചിട്ട് അവിടെ ഇനി അടുത്തോട്ട് പോവാം. എന്നിട്ട് ഇത് നോക്കിക്കോ, ഭയങ്കരമായിട്ട് ബ്ലറാവുള്ള. ഓക്കെ, ഇത് വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ. അയ്യോ സോറി, ഇത് എനിക്കും പാടാൻ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് എനിക്ക് പാട്. ഈ സ്ഥലം അങ്ങ് എത്തിക്കഴിയുമ്പോഴേക്കും എനിക്ക് തലയ്ക്ക് വട്ട് പിടിക്കും. ഓക്കെ, ഇതുപോലെ ആൻഡ് ലാസ്റ്റ് ജസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും സെറ്റാവുന്നില്ല ഗൈസ്, അത്രയ്ക്കൊന്നും സെറ്റാവുന്നില്ല. ഓക്കെ, യെസ്. ലാസ്റ്റ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുക. ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇവിടെ ഇങ്ങനെ സെറ്റുണ്ട്. ഗൈസ് ഇതൊന്ന് ഞാൻ ശരിയാക്കിയിട്ട് കാണാവേ. ഓക്കെ ഗൈസ്, ഈ പരിവായി ഗൈസ്. ശരിയാക്കി എടുത്തു അറ്റ് ലാസ്റ്റ്. ഇതിൻ്റെ കുറേ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എടുത്ത് കാണാൻ. ഒരു ദിവസം ഇവിടെ വേസ്റ്റായിട്ട് കിടന്നു, എല്ലാം പിച്ച് കീറി. അപ്പം ഞാൻ അങ്ങ് എടുത്ത് കളഞ്ഞു. ഇത് ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോണത് ചിലപ്പോൾ വല്ലോ കത്തിയല്ലേ, നമുക്ക് നോക്കാം. നൈഫ് ഉണ്ടാക്കാൻ പറ്റുമോ, ഓപ്പൺ ചെയ്യണ നൈഫ്. ഓക്കെ, നമ്മുടെ പുതിയ വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു സ്വാഡ് ഉണ്ടാക്കാൻ പോവാണ്. നിഞ്ചയുടെ തേർഡ് ഐറ്റമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണേ. ഫസ്റ്റത്തെ ഐറ്റം നമ്മുടെ നിഞ്ച ബ്ലേഡ്. സെക്കൻഡ് ഐറ്റം ഞാൻ ഇന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് തന്നെ ഞാൻ ഈ വീഡിയോ എടുക്കണേ. ഇപ്പം ഇന്ന് നമ്മുടെ മറ്റേ സ്വാഡ് എടുത്തടാ. ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് ലാസ്റ്റ് എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്, പണി കിട്ടിപ്പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ആദ്യത്തെ സ്വാഡ് വരണ ഇതായിരുന്നു. ഓക്കെ, ഇതുപോലത്തെ തന്നെ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കും. അതിൻ്റെ അത് ഡെക്കറേറ്റ് ഒന്നും ചെയ്തിട്ടില്ല, ആകപ്പാടെ ആ ഗ്രീൻ കളർ അത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്ലൂ വേണം കേട്ടോ ഗൈസ്. മറ്റേ ഗ്ലൂ എടുത്തിട്ട് കേട്ടോ, മറ്റേ ഗ്ലൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എയറോപ്ലെയിൻ ഉണ്ടാക്കൂലേ, അല്ല ഫസ്റ്റ് സ്റ്റെപ്പ് ഇതുപോലെ ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പ് വന്ന് ഇതുപോലെ കാണുന്നുണ്ടോ കറക്റ്റായിട്ട്. തേർഡ് സ്റ്റെപ്പ് ഇത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മൊത്തം എയറോപ്ലെയിൻ മാതിരി അല്ല കേട്ടോ, ഇതുപോലെ ഇങ്ങനെ കാണുന്നില്ലടാ. സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇങ്ങനെ. ഈ 2 സ്റ്റെപ്സ് അതുപോലെയാണ്. പിന്നെ ഒന്നുകൂടെയും അതുപോലെ തന്നെ വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഒന്നുകൂടെയും അതുപോലെ 2 സൈഡ്സും ചെയ്ത് ഇതുപോലെ അയക്കണം. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ആക്കിയിട്ട് ഒരു സൈഡിയിട്ട് മാറ്റി വെച്ചത് കേട്ടോ. ഗ്ലൂ ഒക്കെ ആവശ്യമുണ്ട്, എല്ലാവരും എടുത്ത് വെച്ചോട്ടോ ഗ്ലൂ ഉണ്ടാക്കുവാണെങ്കിൽ. അത് കഴിഞ്ഞിട്ട് വേറൊരു A4 എടുത്തിട്ട് അത് നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ചെയ്യണം.
ഒരു A4 എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഇത് പിന്നെ അത് ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതുപോലെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഇതുപോലെ എന്നിട്ട് ഒന്നുകൂടെ ഇതുപോലെ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ സാധനം എടുക്കുക, ഇത് തുറക്കുക. ഫസ്റ്റത്തെ ലെയർ മാത്രം തുറന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് എത്ര വേണോ നിങ്ങൾക്ക് സൈസ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഇത്രയും സൈസാണെങ്കിൽ ഇത്രയും ചെറിയ സൈസാണെങ്കിൽ ചെറിയ സൈസ്, വലിയ സൈസാണെങ്കിൽ ഇത്രയും നീട്ടി വെച്ചോളാം. ഓക്കെ, ഞാൻ എന്തായാലും എനിക്ക് ഒരു ഇത്ര മതി. എനിക്ക് അത്ര ഒന്നും വേണ്ടല്ലോ, ഇത്ര മതി ഗൈസ്, ഇത്ര സൈസ് മതി. അത് കാരണം ഞാൻ ഇത്ര ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അത് കഴിഞ്ഞിട്ട് നമുക്കുള്ളത് ഇത് ഇവിടെ ഒട്ടിക്കണം ഗൈസ്. അല്ല സോറി, ഇത് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ ടേൺ ചെയ്യണം. ഈ സാധനം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ടേൺ ചെയ്യണം ഇതുപോലെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇല്ലേ, നമുക്കത് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ ഈ ഗ്ലൂ ആട്ടോ ഉപയോഗിക്കുന്നത്, കാരണം മറ്റേത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വെള്ളം മാതിരി ഇരിക്കും. അതിന് ഒരു സൈഡിലേക്ക് ഓക്കെ ഗൈസ്, എനിക്ക് 2 സൈഡും അപ്ലൈ ചെയ്യാൻ ഞാനിപ്പോൾ 2 സൈഡ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. നന്നായിട്ട് സ്റ്റിക്കി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിന് സ്വാഡിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് ഊരി പോകും. ഇത് മറ്റേ സ്വാഡ് ഞാൻ ആദ്യം ഉണ്ടാക്കിയപ്പോൾ എനിക്കത് കുറച്ച് അതുകൊണ്ട് നമുക്കിത് ഇവിടെ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇതുപോലെ നമ്മൾ സ്റ്റിക്ക് ചെയ്യണം. ഓക്കെ ഗൈസ്, ഇത്രയും വരുന്നുണ്ട് നമ്മുടെ സൈസ് വരണത്. ഇനി ഈ സൈഡ് ഇപ്പോൾ ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ് ഗൈസ്, അതാണ് നമുക്ക് ഇവിടെ കുറച്ച് ഹാർഡാക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ കവർ ഉണ്ടാക്കാം കേട്ടോ ഈ നമ്മുടെ നൈഫിന്. ഞാൻ ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വെച്ചാൽ ഇവിടെ ഇതിന് ഇവിടെ കവർ, അത് ഞാൻ വൈറ്റ് മാത്രമേ ഉള്ളൂ ഗൈസ്. കളർ പേപ്പർ ഉണ്ടോടാ? അതല്ല, അതുപോലത്തെ ഉള്ളടാ. ഇല്ലായിരിക്കും, വേണ്ട വേണ്ട ഗൈസ്, അത് കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഞാൻ കവർ ഉണ്ടാക്കുവാണ്. കവർ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. കാണുന്നുണ്ടോ അവിടെ ക്യാമറയിൽ? നോക്കിക്കേ. ഇപ്പം എത്ര മന്ത്സായി? 4 മന്ത്സ് ഗൈസ്. അതുകൊണ്ട് നമ്മളിതുപോലെ ഇത് നമ്മുടെ ആദ്യം സെക്കൻഡ് ഇതിൽ വന്നപ്പോൾ സെക്കൻഡ് ഐറ്റം ഉണ്ടാക്കി, അല്ല ഇതിൻ്റെ താഴത്ത് ഇത് ഉണ്ടാക്കിയപ്പോൾ ആ സെയിം ഇത് തന്നെ കേട്ടോ ഇതിൻ്റെ അകത്തും. ഇത് പിന്നെ നമ്മൾ ഇങ്ങോട്ടൊന്ന് മടക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റിക്ക് ചെയ്യണത്, സ്റ്റിക്ക് ചെയ്യണേ. ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് ഇപ്പം ഈ ഗ്ലൂ നന്നായിട്ട് വരുന്നുണ്ട്. അതിന് തന്നെ ഒറ്റ സൈഡാണ് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് ടൈം കളയണ്ട. അയ്യോ, എൻ്റെ കൈ മൊത്തം ഗ്ലൂ ആയേ. ടിഷ്യൂ അവിടെ നിന്നോട്ടോ. അയ്യോ എടാ, സിസർ എടുത്തില്ല, എടുത്തിട്ട് വേട്ടാ. എടാ നമുക്കിവിടെ ഈ സൈഡിൽ ഇതിൻ്റെ ഒരു ഇതിൽ നമുക്ക് കട്ട് ചെയ്ത് കളയണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആവില്ല. ഇതിൻ്റെ സെയിം ഇതിലായ കാരണം ഞാൻ ഇപ്പോൾ ഇത് വെയിറ്റ് അവിടെ വെച്ചോ. ഞാൻ വലിയ സിസറായിട്ട് എടുത്തേക്കണേ.
പെൻ എൻ്റെ അടിയിൽ എൻ്റെ അകത്ത് കിടപ്പുണ്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പൗച്ചിൽ നിർത്താം. എന്തെല്ലാം എടുത്താൽ മതി. ഇവിടെ നമുക്ക് അയ്യോ എൻ്റെ പൊന്നടെ കറക്റ്റ് സൈസ് വേണം ഗൈസ്, അല്ലെങ്കിൽ കവർ ശരിയാവില്ല. ഗൈസ് കവർ ഓപ്പൺഡ് ആയിരിക്കും കേട്ടോ. എനിക്കിങ്ങനെ ക്ലോസ് ചെയ്തു ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സൈഡ് വന്നിട്ട് ഓക്കെ ഗൈസ് ആ സൈഡ് നമ്മൾ കട്ട് ചെയ്തു. അതുകൊണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം ഗൈസ്, കറക്റ്റ് ആവുമോ അതോ പണി തന്നോന്ന്. അതാണ് എന്ത് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ട് നോക്കണം. പണി തന്നു ഗൈസ്, പണി തന്നു. സൈസിൽ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് വെയിറ്റ് എ സെക്കൻഡ്. എടാ ഗൈസ് ഞാനിപ്പോൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇതുണ്ടാക്കി നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് വേണ്ടത് കവർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. എനിക്കൊരു പ്രശ്നം ഗൈസ്, ഇതില്ലേ ഈ സൈഡ് നല്ല ഫ്ലെക്സിബിൾ അല്ല. കളർ പേപ്പർ ഗൈസ് എൻ്റെ ഈ കളറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇടം എടുത്തുവിട്ടു. വേണമെങ്കിൽ കളർ പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ കളർ പേപ്പർ ഇല്ലാതെ ചുമ്മാ അത് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ കളർ പേപ്പർ എടുക്കുന്നുണ്ട്. കളർ പേപ്പർ ഇല്ലാതെ പണി നടക്കില്ല എന്ന് തോന്നുന്നു. നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് വളഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പിടിക്കാനായിട്ട് ഭയങ്കര ഹാർഡായിരിക്കും ഗൈസ്. അയ്യോ അയ്യോ കവർ എടുത്തുന്നില്ലേ? ഇല്ലല്ലേ, കവർ ഒരു മാറ്റിയിട്ട് കണ്ടില്ല. കറക്റ്റായിട്ട് ഞാൻ എന്ത് വെച്ച് ഇവിടെ ഇപ്പോൾ പരത്തും. എന്തെങ്കിലും ഗൈസ് അപ്പം ഞാൻ ഇത് ഒട്ടിച്ചിട്ട് കാണാം, സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞു. ബട്ട് ആ സമയത്ത് ഓർക്കണം, ഇവിടെ ഇത്ര വരെയുള്ളൂ നമുക്ക് ഇത്. അത് കട്ട് ചെയ്ത് കളയാനുള്ള ഇതില്ല. ഇത്രയും വരെയുള്ളൂ നമ്മുടെ. ഇത്രയും എക്സസ് വരുന്നുണ്ട്, അത് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയും. ഓക്കെ ഗൈസ് ഇതായി നമ്മുടെ ഗണ്ണല്ലല്ലോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഗൈസ്. എന്നിട്ട് നിങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ പിന്നെയും ചിലപ്പോൾ പണി തരും. എനിക്ക് കുറേ നേരമായിട്ട് പണി തന്നുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് പറയട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം. ബൈ ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഡെക്കറേഷൻ ആട്ടോ ചെയ്തേക്കണം. വേണമെങ്കിൽ നോക്കാം. വേണ്ട ഗൈസ്, ഞാൻ ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇപ്പം എന്നെ കാണുന്നുണ്ടോടാ? കുറച്ച് ഹായ് ഗൈസ്, ഇത് കാണായി മതി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മുടെ ആരുടെയെങ്കിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് 2 പേരുടെ പേര് ഞാൻ എഴുതുന്നതായിരിക്കും. ഇതിൻ്റെ അകത്തും മറ്റേതിൻ്റെ അകത്തും. എങ്ങനെ ഇത് പെൻ വെച്ചിട്ട് സ്പേസ് ഇല്ലല്ലോ, ഇവിടെ അങ്ങ് എഴുതിയാൽ മതി. ഓക്കെ ഗൈസ്.
ഇതിൻ്റെ അകത്ത് ആരുടെയും ഏതെങ്കിലും ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യും കേട്ടോ. ആരെങ്കിലും അതുകൊണ്ട് ഞാൻ ലോട്ട് ഇടുന്നതായിരിക്കും. ലോട്ട് ഇട്ടിട്ട് 2 names കിട്ടുന്നവരുടെ പേര് ഞാൻ എടുക്കും, എഴുതും. പിന്നെ നമ്മുടെ വേറെ സാധനങ്ങൾ ചെയ്തിട്ടില്ലടാ, അതും കൂടി എടുത്ത്. ഞാൻ ഇതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ പറ്റ് അത്രയ്ക്ക് ഞാൻ അങ്ങ് പഠിച്ചു വന്നിട്ടില്ല. അത് വേണ്ട, കാണിച്ചതല്ലേ. വേഗം എടുക്ക്. ടൈമില്ല. കുറച്ച് നീക്കാൻ മാത്രം. അപ്പോൾ അവനെടുക്കട്ടെ. ആദ്യത്തെ ഐറ്റമാണ് ഗേസ് ഇതുണ്ടോ, കുണായി എന്ന് പറയുന്ന എന്തോ സാധനം. പിന്നെ നമ്മളൊരു ഗണ്ണുണ്ടാക്കിയിട്ടുണ്ട്. ഈ ഗണ്ണ് ഇങ്ങനെ ബുള്ളറ്റ്, ഇതാണ് ബുള്ളറ്റ് ഇട്ടേച്ചിട്ട് കുറേയൊക്കെ വീണിട്ടുണ്ട് ഗേസ്. അവനത് ശരിയാക്കി. ഇത് നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ടിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ നൈഫ് വരുന്നത്. എടാ നമ്മുടെ നൈഫ് ഇത് നമുക്ക് ഓപ്പണബിൾ നൈഫാണ് കേട്ടോ. കാണുന്നില്ലടാ, കുറച്ചും കൂടെ ഇത് നമ്മുടെ ഓപ്പണബിൾ ഗണ്ണാണ്. പിന്നെ ഇതാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമല്ലേ, കിണ്ണൻ. ഇത് നല്ല വേദനയുള്ള കാര്യമാണ്. കുത്തിക്കഴിഞ്ഞാൽ കുത്തിക്കൊത്തം. അതൊന്നും കുഴപ്പമില്ല. ഇതിൻ്റെ വേറെ എന്ത് സാധനമുണ്ട്, അത് നോക്കിയോ. ഓക്കെ, ഇത് ഗണ്ണാണ്. അയ്യോ, അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് നീക്കി പൊട്ടിക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ പിന്നീട് കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞായി എന്നല്ലടാ എൻ്റെ പേര്, കുഞ്ഞായി. ഇത് കാണുന്നില്ലടാ, ഇതാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കണേ. ഇതിൻ്റെ വേറെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പ് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് ഞാനിവിടെ ഒരു കളർ പേപ്പറും കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് 2 A4 വേണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഇതെല്ലാം നമ്മൾ ചെയ്യണം. നിഞ്ച പ്രൊഡക്ട്സിൻ്റെ നിഞ്ച ഐറ്റംസ് എല്ലാം നമുക്ക് എയറോപ്ലെയിൻ ഉണ്ടാക്കുന്ന സ്റ്റാർട്ടിങ് മൊത്തം. അത് കുഴപ്പമില്ലടാ, അവിടെ ഇരുന്നോട്ടെ, നീ വിട്ടോ. കാണുന്നില്ലടാ ഞാൻ ചെയ്യണം. കേസ് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 94 സബ്സ്ക്രൈബേഴ്സ് ആയതായിരുന്നു ഗേസ്. അത് ആരോ അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് 92 എത്തി. ചെയ്യരുത് ഗേസ് പ്ലീസ്. ഇതെല്ലാം എയറോപ്ലെയിൻ ചെയ്യണ മാതിരി തന്നെ സ്റ്റാർട്ടിങ് കേട്ടോ. ഈ കുനായി എന്ന് പറയുന്ന ഷവല് മാതിരി ഇരിക്കുന്ന സാധനം മറ്റേ ഈ എയറോപ്ലെയിനിൻ്റെ മൊത്തം ഇതും കോപ്പി അടിച്ച് വെച്ചേക്കും. വെറുതെ അല്ലത്. ഇതുണ്ടോ, നിങ്ങളൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ടിങ്. നമുക്കൊരു എയറോപ്ലെയിൻ ഉണ്ടാക്കിയല്ലോടാ. ഓക്കെ, പിന്നെ ഗേസ് നെക്സ്റ്റ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പോഴേ പറഞ്ഞേ എന്താ സാധനത്തിൻ്റെ പേര്, കുനായിയോ എന്തെങ്കിലും ആട്ടെ ഗേസ്. ഇത് അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു, എന്ത് പറഞ്ഞു, അയ്യോ വേണ്ട, എന്ത് പറഞ്ഞു. ഇതാണ് ഗേസ് ഞാൻ ഉണ്ടാക്കിയത്. ഗൈസ് ഞാനിപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് നോക്കിയിട്ടാ ഞാൻ മറന്നുപോയി. നമ്മളിത് ഇതുപോലെ കേട്ടോ ചെയ്യേണ്ടത്. നമ്മുടെ ബാക്ക് ടീത്ത് ഇത്
പോർഷൻ നമ്മൾ എയറോപ്ലെയിൻ ചെയ്യണം മതി ചെയ്താൽ മതി. ഇതുപോലെ നമ്മൾ 2 സെറ്റ്സ് ചെയ്യണം. അപ്പം ഈ സെയിം പ്രോസസ്സ് തന്നെയാണ് നമ്മൾ സെക്കൻഡ് ഇതിലും നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഞാൻ സെക്കൻഡും കൂടി ഉണ്ടാക്കിയിട്ട് കാണാവേ. ലാസ്റ്റ് ചെയ്യുക. ഇതും കൂടി ഒന്ന് ചെയ്യട്ടെ. ഓക്കെ കഴിഞ്ഞു. ആൻഡ് ഇതില്ലേ ഇതില്ലേ ഇത് നമ്മളിത് ഇതിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ വയ്ക്കുക. വേണ്ട ക്ലോസ് ചെയ്യണം. വേണ്ടോ? അപ്പോൾ അത് നമ്മുടെ കറക്റ്റ് ഈ കുഞ്ഞായി. ഇത് ചെറിയ കുഞ്ഞായി, ഇത് വലിയ കുഞ്ഞായി. ഇതെനിക്ക് തോന്നുന്നു ഞാൻ ചെറിയ പേപ്പറായിരിക്കും, സ്ക്വയർ ആയിരിക്കും. ഉണ്ട് ഇതുപോലെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഇത് സ്റ്റിക്ക് ചെയ്തിട്ട് വേണം. സ്റ്റിക്ക് ചെയ്യണം നിങ്ങൾക്ക് അറിയാലോ. സ്റ്റിക്ക് ചെയ്യും, ചുമ്മാ ചെയ്താൽ പോലെ സ്റ്റിക്ക്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്യട്ടെ. ബൈ. അപ്പോൾ ഗൈസ് ഞാൻ സ്റ്റിക്ക് ചെയ്തു. സ്റ്റിക്കിങ് ഫിനിഷ്ഡ്. അപ്പോൾ നമുക്ക് ഈ സാധനം ഇവിടെ വച്ചേക്കാം. അതിന് നമുക്കൊരു ഓക്കെ ഗൈസ് ഇവിടെ ഞാൻ ഈ ഒരു കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് കുറച്ച് മതി കേട്ടോ. നമ്മളിത് ടൊമാറ്റോ ഇവിടെ ആപ്പിളല്ല ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഇതെല്ലാം അറിയായിരിക്കും. എടാ അനങ്ങാട് ഇരിയടാ, നീ എന്തോ ചെയ്യണേ? ലാസ്റ്റ് എടുക്കാം. ഓക്കെ ഇവിടെ നമ്മൾ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഈ ഗ്ലൂ ആട്ടോ വേസ്റ്റിനെ എടുത്തേക്കണേ. എന്താണ് ഈ ഗ്ലൂവിനെല്ലാം പ്രശ്നമുണ്ട്. ഓക്കെ ഗൈസ് ഇത് നമുക്ക് എന്തായാലും പരത്താനുള്ളതാണ്. ഞാൻ പരത്തിയിട്ടാ ഇവിടെ പരത്തി വെച്ചു. ഇപ്പോൾ എന്താണിത്? ഗൈസ് ഞാൻ ചിലപ്പോൾ ക്യു ആൻഡ് എ വീഡിയോ ഇടുന്നതായിരിക്കും. Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ഇവർ ക്വസ്റ്റ്യൻസ് ഇടും, നമ്മൾ അതിനുള്ള ആൻസേഴ്സ് കൊടുക്കും. നമുക്കൊരു ട്രീ റെഡിയായി. നമുക്കിത് ക്രിസ്മസിൻ്റെ ട്രീ ആക്കി. ഇതും ഉപയോഗിക്കാം. ഇല്ല, ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രീ ആയിട്ട്. ഓക്കെ, ബാക്ക് ടു ക്രാഫ്റ്റ്. ഓക്കെ ഗൈസ്, ഓക്കെ നമുക്കപ്പോൾ എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് സൈസ് വെക്കാം കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ഇത്ര വയ്ക്കുന്നുള്ളൂ, ചുമ്മാ ഗൈസ് ഞാൻ ഇത്ര വയ്ക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലെയർ ചെയ്യാം, ബട്ട് ഞാൻ ഇവിടെ സ്റ്റാപ്ലെയർ ചെയ്യുന്നില്ല. അവിടെ എനിക്ക് കുറച്ച് പാടാണ് സ്റ്റാപ്ലെയർ ചെയ്യാനായിട്ട്. കാരണം ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാനായിട്ട് എവിടം വരെ ഗ്ലൂ അപ്ലൈ ചെയ്യണമെന്ന് എനിക്ക് പിടിയില്ല. അപ്പോൾ പിടി കിട്ടാനായിട്ട് നമ്മളിവിടെ വരച്ചു കൊടുക്കും. ഓക്കെ ഗൈസ്, ഇത്രയും ഗ്ലൂ വേണം. കാണുന്നില്ലേടാ, നോക്കി കുറച്ചും കൂടെ ഇത്ര. എത്ര മിനിറ്റ്സായടാ? 7 ആയുള്ള. ഓക്കെ, ഇപ്പം തന്നെ 8 ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ ഓക്കെ ഗൈസ്, അയ്യോ
അറിയോ എന്ത് ബ്രോ? ഇല്ല ശരി മറന്നുപോയി ഒട്ടിക്കാൻ. ഇതിൻ്റെ അകത്ത് ആർക്കൊക്കെ നന്നായിട്ട് ഇത് ചെയ്യാൻ അറിയാം കമൻറ്റ് ചെയ്യാം. ഗൈസ് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യണേ. ഫോളോവേഴ്സ് ഒന്നുമില്ല ഗൈസ്. ഇൻസ്റ്റാഗ്രാമാ നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലേ? ഉള്ളൂ. അല്ല പിന്നെ നമുക്കുണ്ടല്ലോ ഈത്തനാഥം. നിനക്കറിയില്ലേ? അപ്പൊ ഓടാ ഗൈസ്. അപ്പൊ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല ഗൈസ്. ശരിയാ, മറ്റേ സാധനം ഉണ്ടാക്കിയില്ല. ഓക്കെ ഗൈസ്, നമ്മുടെ റെഡി ആയിട്ടില്ല. എടുത്തില്ല ഗൈസ്. ഇത് ഭയങ്കര വലുതാ ഗൈസ്. ഇനി ഉണ്ടാക്കാറുണ്ട് ഗൈസ്. നമുക്ക് അപ്പം അത് കൊണ്ട് ഓറഞ്ച് എണ്ണ വെച്ച് നമ്മൾ ആ സാധനം ഉണ്ടാക്കണം ഗൈസ്. അത് സിമ്പിളാട്ടോ ഗൈസ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അത്യാവശ്യം ഫോൾഡ് ചെയ്യണം. എത്ര വേണോ അത്ര ഫോൾഡ് ചെയ്താൽ മതി. എടാ നീ കണ്ടിരുന്നു എത്ര ഫോളോ ചെയ്യുന്നു? എത്ര അല്ലടാ, ഇത് ഫോൾഡ് ചെയ്യുന്നുണ്ടോ അത്രയും നല്ലത് സാധനത്തിന്. എത്ര മിനിറ്റ്സ് ആയിടാ? 10 മിനിറ്റ്സ്. കുഴപ്പമൊന്നുമില്ല. 15 മിനിറ്റ്സ് മുമ്പ് നമുക്ക് കഴിയണം. ഓക്കെ ഗേസ്. എടാ കാണുന്നില്ലടാ? ഓക്കെ ഗേസ്, നിങ്ങളുടെ ഫിംഗറിൻ്റെ അത്ര മതി കേട്ടോ. ഞാനിപ്പോൾ അത് ഇത്ര കൊടുക്കുന്നുണ്ട്. ഇത് എൻ്റെ ഫിംഗറിന്. ഇതാണ് ആദവിൻ്റെ. ഗേസ് പിന്നെ ഞാനില്ലേ ഒരു കാര്യം പറയാൻ മറന്നു ഗേസ്. നമ്മൾക്ക് കവർ റെഡി ആയിട്ടോ ഗൈസ്. കവർ റെഡി ആയിട്ടോ ഗൈസ്. കവർ എടുത്തോടെ. കവർ എടുക്ക്. നമ്മുടെ നൈഫ് അല്ലല്ലോ. ഗൈസ് ഇതിനുള്ള കവർ റെഡി ആക്കി കേട്ടോ ഞാൻ. കാണുന്നില്ലടാ? നമ്മുടെ ആദമിൻ്റെ സ്വാഡിൻ്റെ ഇത് ഞാൻ റെഡിയാക്കി ഗൈസ്. എങ്ങനെയൊക്കെയോ റെഡിയാക്കി എടുത്തു എന്ന് പറഞ്ഞാൽ മതി. എടാ ഒന്നുമില്ല. അയ്യോ ഗൈസ്, അപ്പകളെ ഇതിൻ്റെ അകത്തോട്ടാട്ടോ ഗൈസ് വെക്കണ്ടേ. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഗ്ലോപ്പ് ചെയ്യണം. ആദ്യമേ നമുക്ക് വലിയൊരു പ്രശ്നമുണ്ട്. കാരണം ഇത് നമുക്ക് കൂട്ടണം. അപ്പോൾ അതിനായിട്ട് അയ്യോ ത്രോമ്പ് സ്ട്രെങ്ത് കൊടുത്തിട്ടുണ്ട് ഗേസ്. ഇത് ഞാൻ ഒന്ന് ശരിയാക്കിയിട്ട് കാണാം. ബൈ ഗേസ്. ഒരു തീരുമാനമാക്കിയിട്ടാ ഞാൻ. ഒട്ടി ഗേസ്, നന്നായിട്ട് ഒട്ടി. ഓക്കെ, നമ്മുടെ കുനാഫ അല്ല സോറി സോറിടാ കുഞ്ഞയുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്തും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് 2 പേര് എഴുതുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എടാ മറ്റേ സാധനങ്ങൾ എടുത്താടാ. ബാക്കി എല്ലാം എടുക്കങ്ങോട്ട്. ഓക്കെ ഗൈസ്, 2 sword. ഓക്കെ, no, this is not now bro. ഇത് ഗൈസ് അത് എടുത്തേരെ ഇപ്പോഴല്ല ഗൈസ്. ന്യൂ കത്തി
ഗൈസ് ഇത് വെച്ചിട്ട് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ നല്ല വേദന ആയിട്ട് വരും. കുറച്ച് ശക്തി കൂടുതലേ വരുന്നത്. ഓക്കെ ഗൈസ്, ഇതെൻ്റെ പേപ്പർ ആയതാണ് അത്രയ്ക്കില്ല. വെയിറ്റ് എ സെക്കൻഡ്. ഓക്കെ ഗൈസ്, സെറ്റ്. നെക്സ്റ്റ് ഇത് നമ്മുടെ നിഞ്ച സാധനത്തിൻ്റെ അകത്ത് ഇത് കൂട്ടത്തില്ല. ബൈ ബൈ. യെല്ലോ മാത്രം ഇതിൻ്റെ യെല്ലോ. ഗൈസ് നിങ്ങൾക്കറിയാലോ നമ്മുടെ ഡ്രാഗൺ നെയിലിൻ്റെ വീഡിയോ ഞാൻ ഇന്നലെ ഇട്ടത്. 3 days മുമ്പ് അത് എടുത്തതാണ്. ഇന്നലെയാണ് ഞാൻ അത് ഇട്ടത് തന്നെ. എന്നൊരു കാര്യം പറഞ്ഞോട്ടെ, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഗൈസ്. അത് ഞാൻ പൊപ്പി നാട്ടിൽ പോയപ്പോൾ ഉണ്ടാക്കിയതാണ്. അതെന്തെങ്കിലും ആവട്ടെ. ഓക്കെ, ഇത് ഞാൻ ഒരെണ്ണം അന്ന് വീഡിയോയ്ക്കകത്ത് കാണിച്ചുള്ളൂ. ആൻഡ് ഇന്നലെ ഇരുന്ന് 1.5 മണിക്കൂർ ഗൈസ്, 1.5 hours, അറ്റ്ലീസ്റ്റ് 1 hour എങ്കിലും ഞാൻ ഇതിനു വേണ്ടി പണിയെടുത്തു ഗൈസ്. ഇതിനു വേണ്ടി ബാക്കി എടുക്കടാ. എടാ ഒരെണ്ണം കൂടി ഉണ്ടോടാ. ഓക്കെ കഴിഞ്ഞു. ഇതുണ്ടോ? ഇത് മാത്രമല്ല, ദിസ് ഈസ് മൈ. വെയിറ്റ് എ സെക്കൻഡ് ബ്രോ ഗൈസ്, എന്തെങ്കിലും ആവട്ടെ. ഓക്കെ ഗൈസ്, നമ്മുടെ ഇത് വെയിറ്റ് രാജാവുമായിട്ട് നടന്നു അത്. പിന്നെ ദിസ് ഇസ് അവർ വെരി പവർഫുൾ അല്ലാത്ത ഏതോ ഒരു പൊട്ട കണ്ണ്, അത്രേ ഉള്ളൂ. ക്യാമറ പപ്പയുടെ അടുത്ത് വല്ല നല്ല ഫോൺ വാങ്ങിക്കാം. ഓക്കെ ഗൈസ്, ഇത് പൊളിഞ്ഞ് പൂസല്ല ഗൈസ്, മൊത്തത്തിൽ കത്തമായല്ലോ. ഇവിടെയാണ് खत्म हो गया. ഓക്കെ ഗൈസ്, എടാ എത്ര മനസ്സായി? അയ്യോ 15. ഓക്കെ ഗൈസ്, ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു ഡബിൾ നൈഫ് ഉണ്ടാക്കാൻ പോകുന്നത്. നിഞ്ചയുടെ 5th ഐറ്റമാണ് അത്. 5th ഐറ്റം അതോടെ 5th ഐറ്റമാണ് ഈ ഡബിൾ നൈഫ് എന്ന് പറയുന്നത്. സിമ്പിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഹാർഡാണ്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഗൈസ്, ഒരു A4 വേണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ A4 നമുക്ക് ഇതുപോലെ കാണുന്നില്ലടാ. ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് ഇവിടെ കാണുന്നില്ലായിരുന്നു. നീ നോക്കി വേറെ ഒന്നും ചെയ്തു. സൈഡും അതുപോലെ തന്നെ വേസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ഒന്നുകൂടി അതുപോലെ തന്നെ ചെയിൻസോ പിന്നെ എന്തൊക്കെയോ കുറേ വേറെ സാധനങ്ങളൊക്കെ ചെയിനൊക്കെ പേപ്പർ ചെയിൻ. സീന് ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ഉണ്ടാകുന്ന സാധനം ലോങ് വീഡിയോ ആകാനായിട്ട് വേണ്ടത്. ഇവിടെ ഇത് കാണുന്നില്ല, ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുവരും ചെയ്യണം. സ്റ്റാർട്ടർ ഇങ്ങനെ മടക്കും. ഓക്കെ, ഇതുപോലെ ചെയ്യണം.
ഇപ്പം ഞാൻ ഒന്ന് നോക്കിയിട്ട് ചെയ്തു. സൈഡിൽ ഫോൺ എനിക്ക് ഇടയ്ക്ക് ശരിയാണ്. എടാ കാണുന്നില്ലടാ ഗൈസ്. ഈ വീട് മൊത്തം ഒന്ന് സ്റ്റിക്ക് ചെയ്യണം ഗൈസ്. ഇപ്പോൾ അത് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് മാറ്റി വയ്ക്കുക. രണ്ട് നമ്മൾ പീസസ് ആക്കി കൊടുക്കണം. ഇതെല്ലാത്തിനും ഞാൻ ചെയ്തിട്ടില്ല ഗൈസ്. ഇതിൽ മാത്രം എടാ ഈ പേപ്പർ കാണുന്നു. ജസ്റ്റ് ഈ ഭാഗം അറിയത്തില്ല. ഉരുട്ടിയിട്ട് ഇവിടെ ഇതിൻ്റെ അകത്തോട്ടാട്ടത് ആ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടുന്നുണ്ട്. നമ്മുടെ ആദ്യം ഉണ്ടാക്കിയ സാധനമില്ലേ അതിൻ്റെ അകത്തോട്ട് ആ ചുരുട്ടിയതില്ലേ ഇതുപോലത്തെ ഒരു പേപ്പറിൻ്റെ അകത്ത് ചുരുട്ടി വെച്ച സാധനം അകത്തോട്ട് കയറ്റിയിട്ട് അവിടെ വെക്കുക. ആയിട്ട് മറ്റേ ഇതുണ്ടാക്കിയ ഈ കഷ്ടമില്ലേ ഇത് എടുത്തിട്ട് വേറെ പരിപാടി. ഇത് ആദ്യം ഇത് കാണുന്നില്ലേ ഇങ്ങനെ ചെയ്യുക. അതുകൊണ്ട് ഇതുപോലെ ഇത് മൊത്തത്തിൽ ഞാൻ മറന്നുമില്ല. ഡബിൾ ബാരൽ ഗണ്ണെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ ഇത് ഡബിൾ ഗൺ ഡബിൾ നൈഫ് നിഞ്ച ഡബിൾ ഇപ്പം ബാക്കിയും കൂടി ഇതിങ്ങനെ ചെയ്തു ഞാൻ കാണിച്ചു തന്നത്. അതുപോലെ തന്നെ അത് ഒന്നുകൂടെയും ചെയ്തു. അത് ഞാൻ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് അത് ഒന്നുകൂടെയും ചെയ്തു. ഒന്നുകൂടെയും ചെയ്തിട്ട് ഒന്നുകൂടെയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ചെയ്തിട്ട് ആ ചെറിയ സൈസ് ഇവിടെ കാണുന്നില്ലായിരുന്നു. ചെറിയ സൈസില്ലേ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് ഇവിടെ വരെ ഫോൾഡ് ചെയ്ത് ഇട്ടിരിക്കണം. ഫുള്ള് ഈ പേപ്പർ മൊത്തത്തിൽ ഈ സൈസിൽ ഫോൾഡ് ചെയ്തിട്ട് കളർ പേപ്പർ ഇല്ല വേസ്റ്റ്. അല്ലെങ്കിൽ ഞാൻ കളർ പേപ്പർ വെച്ച് എൻ്റെ എവിടെ വൈറ്റ് അല്ല ഫോറ് വെച്ചിട്ടാണ് വേസ്റ്റ്. മൊത്തം ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ മൊത്തം ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. ഞാൻ ഇതുണ്ടാക്കിയായിരുന്നു കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കാൻ നോക്കി.
ഇത് ഇങ്ങനെ ഫുള്ളല്ലായിരുന്നു. എടാ വന്ന് നോക്കിക്കടാ, ക്യാമറയിൽ കാണുന്നുണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് ഇത് അത്യാവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് അത് അവിടെ ഞെക്കി 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 ആക്കണം. വേണ്ടത് ഇതില്ലേ, ഇതുണ്ട്, ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അത് ഇങ്ങനെ മറിക്കും മറിക്കും ഇങ്ങനെ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ഉണ്ടോ ഇതുപോലെ. അതുകൊണ്ട് ഞാൻ മടുത്തു പരിപാടി. നമുക്കൊരു 10 സാധനങ്ങൾ കുറച്ച് 10 വരെ ആയിരിക്കും കേട്ടോ. അത് സുഖമായിരിക്കും. അത് തോന്നുന്നു. ബാക്കി ഇത് നമ്മുടെ ഈ ഇതെടുത്തിട്ട് അത്യാവശ്യത്തിന് ഇങ്ങനെ കയറ്റി കൊടുക്കും. ഇവിടെ ബ്ലൂ വെച്ചിട്ടുള്ളവേ. എടാ ഇത് മതിയാക്കും. ബ്ലൂ വെച്ചിട്ട് വരാം. ഞാൻ അങ്ങനെ അത് ഒട്ടിച്ചിരിക്കുന്നു. ഒരു സാധനം റെഡി ആയിപ്പോയി. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ ഒട്ടിക്കാൻ വേണ്ട, എനിക്ക് വേണ്ട. എടാ എൻ്റെ ഫയലിൻ്റെ അകത്തിരിക്കുന്നു. ഒന്ന് കളർ പേപ്പർ ഉണ്ടോ കളർ അടിക്കാം. അതുകൊണ്ട് എനിക്ക് ഇത് ഞാൻ ഇത് ചെയ്തത് കളർ പേപ്പർ ഇല്ലാത്തതാണ്. എൻ്റെ ഇവിടെ എൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഇത് കളർ പേപ്പർ കൊണ്ട് അതിൻ്റെ ഇത് ചെയ്തെടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കളർ പേപ്പർ തീർന്നു പോയി. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞ് വാങ്ങിക്കണം. വെയിറ്റ് ചെയ്യുന്നു. കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ബ്ലാക്ക് കളർ പേപ്പർ ഉണ്ടോ? ഞാൻ എപ്പോഴേ കഴിച്ചാൽ കണ്ണുണ്ടാക്കിയിരുന്നു. ഓക്കെ, ഞാൻ ബ്ലാക്കിൻ്റെ ഉണ്ടോ എന്ന് നോക്കട്ടെ. എനിക്കുണ്ടെന്ന് അതെ, ഞാൻ ഈ ബ്ലാക്ക് ഇല്ലാത്തതാണ് ബ്രൗൺ എടുത്തു. വേണ്ടത് അതെ ഇവിടെ ഇങ്ങനെ ചെറിയ പ്രശ്നമുണ്ട്. ഇതുണ്ടോ, ഇതിൻ്റെ പകുതി വരെ, ഇതിൻ്റെ ഈ തുള വരണ വരെ അതിൻ്റെ ഞാനേ ഒന്നുകൂടി നോക്കിയിട്ട് വരാം. ഗൈസ് എന്താ പുതിയ ഗണ്ണല്ല, സോറി ഗൈസ്, ഇത് നമ്മുടെ പാർട്ട് 2 ആണ് ഗൈസ്. മറ്റേ വീഡിയോ ഞാൻ ഇന്ന് എനിക്കൊരു സെക്കൻഡ്സ് അല്ല ഡിലീറ്റ് ആയിപ്പോയി, അല്ല സോറി ഓഫായിപ്പോയി. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. നമ്മുടെ ഗണ്ണിൻ്റെ ഈ അല്ല സോറി നൈഫിൻ്റെ ഈ ഇതില്ലേ അത് ഞാൻ ഒട്ടിച്ചു നോക്കാം. ബ്രൗൺ വെച്ചിട്ട് നല്ല പവർഫുള്ളായിട്ട് ഇരിക്കുന്നു. എന്നുവെച്ചാൽ തട്ട് കിട്ടിയെന്ന്. ഇത് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ അകത്തോട്ട് മറ്റേ കത്തിയും കൂടി ഇങ്ങനെ ഇത് ഇങ്ങനെ കയറ്റി കൊടുക്കുക. എന്നാലാണ് ഒരു ലുക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അപ്പോൾ ഇത് കണ്ടോ, അതെ ഞാൻ സെക്കൻഡ് ഇപ്പോൾ ഉണ്ടാക്കി തീരും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഡബിൾ നൈഫില്ലേ അതിവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മളൊരു ഞാൻ ഇതിനെ ഇത് പുതിയതായിട്ട്
ഇതെങ്ങനെ കയറ്റി വെക്കുന്നത് ഉണ്ടോ ഇവിടെ തുറന്നു വെച്ചിട്ടുള്ളത് പെൻസിലിട്ട് അവിടെ വലിയ തുളയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പറയും അത് ഒരെണ്ണം ഇതിൻ്റെ അകത്തോട്ടും മറ്റേതും ഈ ഒരു ഇങ്ങനെ തിരിച്ചിട്ട് പെട്ടെന്ന് സാധനം സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പോകുന്ന അല്ല ഈ സാധനം പഴയതാണ് പഴയതിൻ്റെ അകത്ത് പുതിയ ഉണ്ടാക്കാൻ മടിയായിരുന്നു ഫുള്ളി സൂപ്പറല്ലേ ഇതിഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ ഇതിൻ്റെ അകത്ത് എൻ്റെ ആരുടെയും പേര്